ഇന്നത്തേത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ലഞ്ചിൻ്റെ റെസിപ്പിയാണ്. എളുപ്പത്തിലൊരു മീൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടൊരു 10-12 ചുമന്നുള്ളി ക്രഷ് ചെയ്തത്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം മതി കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടിയത് ഒരു ചെറിയ തക്കാളിയും 4 മുളകുമാണ്. പിന്നെ കുറച്ച് കരിവേപ്പിലയും. ഇത്രയും വലിപ്പമുള്ള പുളീൻ്റെ വെള്ളമാട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചത്. പുളി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ടെടുക്കുക. ഉലുവ മൂത്ത് വരുമ്പം ഈ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പം ഇതിലേക്ക് മുളകും കൂടെ ഇട്ടെടുക്കുക. തക്കാളി നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടെടുത്താൽ വേഗം വെന്തിട്ടും. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുക്കുക. ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. പിന്നെ ഈ ഉണ്ടാക്കി വെച്ച പുളിവെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. നല്ലൊരു തിള വരുന്നവരെ മൂടി വെക്കാം. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം. മല്ലിപ്പൊടി വേണമെന്നില്ല കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്ത് നല്ലൊരു തിള വന്നതിന് ശേഷം മീൻ ഇട്ടെടുക്കാം. ഇനിയൊരു നല്ലൊരു തിള വന്നതിന് ശേഷം മൂടി വെച്ച് ചെറിയ തീയിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. മീൻ വെന്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല തിക്കായിട്ട് ഇങ്ങനെ പഫായിട്ട് കിട്ടും. ഇനി ഒരു ചീരത്തോരൻ അല്ലെങ്കിൽ ചീരപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല വെള്ളം വാർന്ന ചീരൻ്റെ ഇലയാണ് വേണ്ടിയത്, അല്ലെങ്കിൽ ഇത് എല്ലാം കുഴഞ്ഞ് പോവും. പിന്നെ ചീര ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ഈ ഇരുമ്പ് ചട്ടിയാണ്. അതിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. ഒരു 2-3-4 വറ്റൽമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ അരിഞ്ഞ് വെച്ച ചീരയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക. ജസ്റ്റ് ആ സൈസ് ഒന്ന് ചുരുങ്ങുന്നത് വരെ ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. ഇതാ ഇപ്പം കുറച്ച് അതിൻ്റെ സൈസൊക്കെ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി മൂടി വെച്ചാൽ അത് ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലായി പോകും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കുക. അതിനായിട്ടൊരു പിടി തേങ്ങ, 2 ചുവന്നുള്ളി, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. ഇനി ഇത് ചീരയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അധിക നേരം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ മിക്സ് ചെയ്യുന്ന നേരം മാത്രം മതി. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് വേഗം മാറ്റി കൊടുക്കുക. ഇല്ലെങ്കിൽ ആ ചട്ടീൻ്റെ കറുപ്പ് ഇതിലേക്ക് പിടിക്കും. ഇനി കുറച്ച് വെണ്ട ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയിലും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്താൽ വെണ്ട ഇഷ്ടപ്പെടാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ. അത് ഈ വെണ്ടക്ക ഇങ്ങനെ നീളത്തിൽ ഇനി ഇതൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കുക. 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി,
പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഞാനിവിടെ ഒരു ചിക്കൻ 65ൻ്റെ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും 1.5 ടേബിൾ സ്പൂണ് കടലപ്പൊടിയും 1 ടീസ്പൂണോളം എണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വെന്ത് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ചുരുങ്ങി വരും. ഇതിൻ്റെ സൈസൊക്കെ ചുരുങ്ങി നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്. അപ്പം കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഇട്ടെടുത്ത് ക്രിസ്പായി വരുമ്പോൾ കോരിയെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.